നമ്മുടെ കോഴിക്കോട് ഡ്രസ്സിൻ്റെ ഇത്രയും വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതും നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടു പുറകിൽ. ഇതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് താത്തന്മാർ വയനാട്ടിൽ നിന്ന് വന്നിട്ട് സാധനം എടുക്കുന്നുണ്ട് കേട്ടോ. അവർ സ്വന്തമായിട്ട് കട നടത്തുകയാണ്. ഇനി ഓൺലൈനോ ഓഫ്ലൈനായിട്ട് കട നടത്തുന്നവരോ ബൊട്ടീക്കുള്ളവരോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് സാധനം എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്ന വഴികളിലുള്ളതാണ്. ഡ്രസ്സ് മാത്രമല്ലാതെ എന്തൊക്കെയോ ഐറ്റംസ് അത് വേറെയുണ്ട് കേട്ടോ. ഇവിടെ മൺഡേ നല്ല തിരക്കാണ്. കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസം, ആൾക്കാർ കടയിലുള്ള ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ദിവസവും കൂടിയാണിത്. അപ്പോൾ പോകുമ്പോൾ തട്ടും മുട്ടലും ഉറപ്പാണ് കേട്ടോ ഈ ഒരു ഭാരമുള്ള സാധനം കൊണ്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ആണ് സെഞ്ച്വറി ബിൽഡിങ്. ഇതിൻ്റെ തൊട്ട് പുറകിലാണ് കോമപ്പാസ് എന്ന് പറയുന്നത്. ഒരുപാട് വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയായിരിക്കും. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി പോവുകയാണ്. ഇവിടെയുള്ള ഈ കടകളിലെ കളക്ഷൻസും എങ്ങനെയാണ് ഹോൾസെയിലിന് ഇവർ കൊടുക്കുകയെന്ന് അറിയാനും വേണ്ടിയിട്ടാട്ടോ. ഇതിനൊക്കെ വളരെ റേറ്റ് കുറവാട്ടോ. കാര്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കിളി പോയി. സംഭവം എന്താണെന്നറിയോ? ഈ റേറ്റിലുള്ള സാധനമൊക്കെ ഇവർ കടകളിൽ എത്ര റേറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നറിയോ? അപ്പോൾ കടയുടെ റെൻറ്റും സ്റ്റാഫിൻ്റെ സാലറി ഒക്കെ കൂട്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ കൊടുക്കുന്നത്. നല്ല ഒരുപാട് കളക്ഷൻസ് പെരുന്നാൾ അടുപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ പെരുന്നാളിൻ്റെ മുന്നേ പോയതാണ് കേട്ടോ. ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പുറത്തുള്ള തൊട്ടടുത്തുള്ളൊരു കട കൂടിയാണ്. ഇവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ചുരിദാറിൻ്റെ ഒരു കട ഒരെണ്ണം മാത്രമാണ് ഈ ഒരു സൈഡിൽ ഞാൻ കണ്ടത്. അവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. റീറ്റെയിൽ അല്ല കേട്ടോ, ഹോൾസെയിൽ. ഇനി നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് റീറ്റെയിൽ ആയിട്ടും സാധനം വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ തിരഞ്ഞു പിടിക്കേണ്ടി വരും, സൈസിൻ്റെ പ്രശ്നം വരും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ചുരിദാറിൻ്റെ ഒരു കടയിൽ കയറിയിട്ട് ചുമ്മാ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സംഭവം പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളിനി ഗുജറാത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ തന്നെ അത്രയും ഉണ്ട് കേട്ടോ. താഴത്തെ നിലയിലൊക്കെ ഉണ്ട്. അപ്പോൾ താഴെയുള്ള ഫ്ലോറിലൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. മുകളിലുള്ളതിൽ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങണമെന്ന് എനിക്കും തോന്നാറുണ്ട്. ചെറിയ കുഞ്ഞുമക്കളുടെ കടയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. മക്കൾക്ക് വേണ്ട ഡ്രസ്സിൻ്റെ കട എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി ആരെങ്കിലും കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇവിടെ നിങ്ങളൊന്ന് ഡയറക്റ്റ് കയറിയിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പലരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവളിതെന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങളും അറിയാതെ പോവില്ലേ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് പോവാറുണ്ട് കേട്ടോ. കാരണം ചുമ്മാ രസം കാണാനല്ലോ. സ്വന്തമായിട്ട് നടത്താനൊന്നും ഡ്രസ്സിൻ്റെ ബിസിനസ്സിന് പറ്റിയില്ലെങ്കിലും കാണാമല്ലോ. അങ്ങനെ തൊട്ട് പുറകിലെ കോമപ്പാസിലും കൂടെ ഒന്ന് കയറാമെന്ന് വെച്ചിട്ട് നടക്കുവാണേ. കോമപ്പാസിലൊരിക്കൽ ഞങ്ങൾ വിളിച്ചു നോക്കിയ സമയത്ത് മിനിമം 10,000 രൂപയ്ക്കോ 15,000 രൂപയ്ക്കോ എങ്ങാണ്ട് പർച്ചേസ് ചെയ്യണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കേട്ടറിവ് മാത്രമാണ് കേട്ടോ, നേരിട്ട് കയറി ഞാൻ ചോദിച്ചിട്ടില്ല. ഇത് അതിൻ്റെ താഴത്തെ ഫ്ലോറിലുള്ളതാണേ. ഒരുപാട് ഇതിനെന്താ പേര് പറയുക, നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു സാധനം, അതിൻ്റെ പേര് എന്നോട് മറന്നു. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കട അല്ലെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനായിട്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. മാക്സിയുടെ ഒക്കെ ഒരുപാട് ബണ്ടിൽ ഇവിടെ ഉണ്ട്. ഒരുപാട് അമ്മമാരൊക്കെ ഇവിടെ വന്നിട്ട് മാക്സി എടുക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റ് കുറവിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, റീസെയിൽ ചെയ്യാൻ പറ്റും. ഇത് 2 പീസിൻ്റെ സെറ്റ് ഉണ്ട്, മാക്സി ഉണ്ട്. അപ്പോൾ ചുമ്മാ കയറി ഞാനും ചോദിച്ചു കേട്ടോ. 10 പീസോ 5 പീസോ അങ്ങനെ എങ്ങാണ്ട് എടുക്കണം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പുറത്തുള്ള കാഴ്ചകൾ വരുന്നത്. നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ കുറ്റ്യാടി ബസ്സൊക്കെ നിർത്തുന്നതിൻ്റെ ആ ഒരു വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും കയറണം. നിങ്ങൾക്ക് അറിയുന്ന ആളുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ഇവിടുന്ന് ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനത്തെ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് അടുത്തൊരു ഡ്രസ്സിൻ്റെ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് മറ്റെവിടെയല്ല കേട്ടോ, നമ്മുടെ SM സ്ട്രീറ്റിലാണേ. നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് അങ്ങോട്ടേക്ക് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നവും കാര്യമില്ല, നേരെ വിടാം നമ്മുടെ SM സ്ട്രീറ്റിലേക്ക്. SM സ്ട്രീറ്റിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ട് നേരെ നടന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. ഇത് നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ്. നിങ്ങൾ ഏത് വഴി വരികയാണെങ്കിലും മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു 200 മീറ്റർ നടന്നിട്ട് റൈറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടേ. അപ്പോൾ ഞാൻ ഇവിടേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ഒരു കട അറിയായിരിക്കും. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കടയാണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഒരു 200 മീറ്റർ ഞാൻ നടന്നിട്ട് വലത്തോട്ടേക്ക് ആദ്യത്തെ റൈറ്റിലേക്കാണ് കയറുന്നത്. അവിടുന്ന് വീണ്ടും ഒരു 50 മീറ്റർ ഉണ്ടോ 100 മീറ്റർ ഉണ്ടോ, എനിക്ക് മീറ്ററിൻ്റെ കണക്ക് വലിയ ഇങ്ങനെ അറിയില്ല കേട്ടോ.
ഈ ഒരു റോഡിലേക്കാണ് നടക്കേണ്ടത്. ഉച്ചസമയം ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കില്ലാത്തത്. ഇല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. അങ്ങനെ നേരെ പിടിച്ചങ്ങോട്ട് നടക്കുക കേട്ടോ. ഇവിടെ വന്നാൽ നിങ്ങൾ ഒരിക്കലും പിന്നെന്താണ് വേറെ കടകളിൽ കയറൂല. അപ്പോൾ അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്ന് വീണ്ടും റൈറ്റിലേക്ക്. സംഭവം 1 കിലോ ഡ്രസ്സ് വെറും 898 രൂപ. ഈ ഒരു ബോർഡ് ഇവിടെ എത്തി നിങ്ങൾ ആരോട് ചോദിച്ചു മനസ്സിലാവും. വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇത് ലേഡീസ് ഓൺലി ആണ്. സോ ജെൻസ് വന്നിട്ട് കാര്യമില്ല. കടയുടെ പേര് കോസ് തന്നെയാണോ പറയുന്നറിയില്ല. ഇതാണ് ബോർഡ് COS. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഒരു സ്റ്റെയർ കേസിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർപ്ലസിൻ്റെ ഒരു കടയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു വെയ്റ്റ്ലെസ് ജീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളി ഫിറ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് ഭാഗ്യം വേണം. വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല, ഒരുപാട് തിരഞ്ഞു പിടിക്കേണ്ടി വരും. ജീൻസ്, ഷോർട്ട് കുർത്തീസ്, ക്രോപ്പ് ടോപ്പുകൾ, അങ്ങനെ കൊറിയൻ പാൻറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവർ ഫ്രൈഡേ ആണ് സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ സാറ്റർഡേ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടും. ഇല്ലേ ആൾക്കാർ തിരഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. തപ്പിപ്പിടിക്കാൻ ക്ഷമയുള്ള ആൾക്കാർ മാത്രം പോയാൽ മതി. അതിപ്പോൾ നിങ്ങൾ 1 കിലോ ഡ്രസ്സ് മാത്രമായിട്ട് വാങ്ങണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ആണെങ്കിൽ 2 വാങ്ങിയാൽ മതി. അത് എത്രയാണോ എന്ന് നോക്കിയിട്ട് വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു റേറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെയും ഭാഗ്യത്തിന് വലിയ തിരക്കില്ല. ഞാൻ ആക്ച്വലി പോയത് എനിക്കൊരു ബ്ലാക്ക് പാൻറ്റ് വേണമായിരുന്നു, പക്ഷെ സംഭവം അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ കണ്ണ് അധികം വെക്കാത്തതായിരിക്കും ബെറ്റർ, കാരണം ഞാൻ വാങ്ങിയിട്ടേ വരാറുള്ളൂ. അതുകൊണ്ട് അധികം നിന്നില്ല, വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എങ്ങനെയാ, ഒന്ന് പോയി നോക്കുകയല്ലേ.